CPM 34 വർഷം ഭരിച്ച ബംഗാളിൽ ഇക്കുറിയും പാർട്ടിക്ക് ദയനീയ പരാജയമാണ്. പതിനായിരങ്ങൾ പങ്കെടുത്ത ഇൻസാഫ് റാലിയോടെ പുതുതലമുറ നേതാക്കളുടെ കാര്യത്തിൽ ബംഗാളിൽ പാർട്ടി തിരിച്ചുവരുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ പാർട്ടി എരിഞ്ഞടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പാർട്ടി വോട്ട് ഷെയർ ഇത്തവണയും കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സംസ്ഥാനം മടക്കിവാണ പാർട്ടിക്ക് രണ്ടാം തവണയും ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്തത് തകർച്ചയുടെ പൂർണ്ണ ചിത്രം വ്യക്തമാക്കുന്നതാണ്. ഇതിനൊപ്പം CPMവുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിന് നിലവിലുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പാർട്ടി പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നതായിരുന്നു നേതാക്കളുടെ അവകാശവാദം. BJPയിലേക്ക് പോയ പാർട്ടി വോട്ടുകൾ തിരിച്ചു കിട്ടുമെന്നും പ്രതീക്ഷിച്ചു. എന്നാൽ ഇത്തവണയും കൂടുതൽ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയതോടെ പാർട്ടിയുടെ കാലിനടിയിലെ അവശേഷിച്ച മണ്ണും നിശേഷം ഒലിച്ചുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യം 7.5% വോട്ട് നേടിയപ്പോൾ ഇക്കുറി 6.14% വോട്ട് മാത്രമാണ് നേടാൻ സാധിച്ചത്. കൂടെ നിന്നും പോരാടിയ കോൺഗ്രസിനെയും വോട്ട് ശതമാനം ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. 5.7% നിന്നും 4.58% കുറഞ്ഞു. ഇടത് കോൺഗ്രസ് സഖ്യത്തിന് 2019 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.38% വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ CPM 23 സീറ്റിലും കോൺഗ്രസ് 12 സീറ്റിലുമാണ് മത്സരിച്ചത്. മുർഷിദാബാദിൽ മാത്രമാണ് CPM രണ്ടാം സ്ഥാനത്തെത്തിയത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിട്ട 2 സീറ്റുകളിലൊഴികെ മറ്റെല്ലായിടത്തും കെട്ടിവെച്ച കാശ് പോയി. കഴിഞ്ഞ തവണ ഇരു ചേരികളിലായി കോൺഗ്രസും CPMവും മത്സരിച്ച മുർഷിദാബാദ് സീറ്റ് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന് മത്സരിക്കാനായി കോൺഗ്രസ് നേതൃത്വം ദാനമായി നൽകിയെങ്കിലും 1.5 ലക്ഷം വോട്ടിനാണ് പരാജയപ്പെട്ടത്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വൻ പട തന്നെയാണ് ബംഗാളിൽ പ്രചരണത്തിനെത്തിയത്. മമതക്കും BJPക്കുമെതിരെ വൻ റാലികളും പൊതുസമ്മേളനങ്ങളും നടത്തിയായിരുന്നു പ്രചരണം. കുടുംബയോഗങ്ങളും പഞ്ചായത്ത് തല യോഗങ്ങളും പാർട്ടി സംഘടിപ്പിക്കുകയുണ്ടായി. രാജ്യത്തുയർന്ന കർഷക സമരങ്ങളും വിലക്കയറ്റ വിരുദ്ധ വികാരവും വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കാതെ ചെങ്കൊടി വീണ്ടും നിറം മങ്ങുകയായിരുന്നു.